എന്തിനാണ് കൊടുങ്ങല്ലൂർ ഭരണിക്ക് തെരുപ്പാട്ട് പാടുന്നത്? എന്തിനാണ് കോമരങ്ങൾ വാളുകൊണ്ട് തലവെട്ടി ചോരെടുക്കുന്നത്? ഇതിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്, ഒരു യുദ്ധത്തിന്റെ കഥ. ബ്രഹ്മാവിൽ നിന്നും വരം നേടിയ ദാരികൻ എന്ന അസുരൻ ലോകം മുഴുവൻ ആക്രമിച്ചു തുടങ്ങിയപ്പോൾ ദാരികനെ സാക്ഷാൽ പരമശിവന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും ഭദ്രകാളിക്ക് ജന്മം നൽകി. മനുഷ്യനോ ദേവനോ അസുരനോ അല്ലാത്ത ഉഗ്രരൂപിണി ദാരികനുമായി യുദ്ധം ചെയ്ത് ദാരികന്റെ തല അറുത്തു ചോര കുടിച്ചു. എന്നിട്ടും ഭദ്രകാളിക്ക് ദേഷ്യമടങ്ങിയില്ല. കോപമടങ്ങാത്ത ദേവിയെ ശാന്തമാക്കാൻ ശിവന്റെ ഭൂതഗണങ്ങൾ നൃത്തം ചെയ്യാനും തെരുപ്പാട്ടുകൾ പാടാനും തുടങ്ങി. ഇതുകൊണ്ട് ദേവിയുടെ ശ്രദ്ധ മാറി ദേവി ശാന്തയായി എന്നാണ് വിശ്വാസം. ആ ഭൂതഗണങ്ങളുടെ പ്രതീകമാണ് നമ്മൾ ഇന്ന് കാണുന്ന കോമരങ്ങൾ. ഇതുകൊണ്ടാണ് കോമരങ്ങൾ തെരുപ്പാട്ട് അഥവാ ഭരണിപ്പാട്ട് പാടുന്നതും തലവെട്ടി ചോരെടുക്കുന്നതും. ഇതൊരിക്കലും ദേവിയെ അപമാനിക്കാനല്ല, മറിച്ച് ഉള്ളിലെ സകല വികാരങ്ങൾ തുറന്നു കാട്ടി മനസ്സ് ശുദ്ധീകരിക്കാനാണ്.